ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി എന്തൊക്കെയോ അവിടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നാൽ തന്നെ അറിയുള്ളൂ. നമുക്ക് അവിടെ വേഗം പോയി വെക്കാം. അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നോമ്പ് തുറയുള്ളത്. അപ്പോൾ ഇതാ വീട് ഇവിടെ തന്നെയാണ്. ഒരുപാട് ആളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് പോയി വെക്കാം. എല്ലാരും വന്നോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഇയാളെ വീടാണ് കേട്ടോ. ആളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. പേര് ഒക്കെ ഒന്ന് പറഞ്ഞു. മുസ്തോ, എല്ലാരും നല്ല തകൃതിയായിട്ടുള്ള പണികളിലാണ്. MPS എന്താ പണി? മാങ്ങ ജ്യൂസാണ്. ഇതിലെന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ? വെറൈറ്റി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുടിക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് ഇതില് സാധാ മാങ്ങല്ലേ, അല്ല ജ്യൂസ് അടിക്കാനായിട്ട് വരുന്ന അതിന്റെ കാമ്പ് തൂവാനുണ്ടാവും. ചെറുതായി അതായത് മാങ്ങയാണ്. നമ്മൾ നോമ്പ് ഇറക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റും. ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും ഓരോരോ പണികളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, പേരെന്തേതു? ഫസ്ന. എന്ത് ചെയ്യണേ? PG ചെയ്യണേ. എവിടെയാ? ആ ആ. അപ്പം എന്താ ഉണ്ടാക്കണേ? പഴം നിറച്ചത്. ഇവിടെ ഒരു സംഭവം കണ്ടല്ലോ. ഇതത് അടിപൊളിയായിട്ടുള്ള പഴം നിറച്ചതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മോനുസേ, എന്താ വിശേഷം? പേരെന്താ? ആദ്യം എത്രാം ക്ലാസ്സിലാ? 4th-ലാ? നോമ്പെടുത്തില്ലേ? എത്ര നോമ്പെടുത്തു? ഫുള്ളെടുത്തോ? ദൈവമേ, ഇതാരാണ്? ഒന്നും ഇങ്ങോട്ട് നോക്കുക. ഇതെടുത്ത മോളല്ലേ? പേരെന്തേന്നു? ഹിബ. എത്രാം ക്ലാസ്സിലാ? 8th-ല്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ. പേരെന്തേന്നു? അതിലെന്താ സംഭവം ഉള്ളത്? എല്ലാം ഉണ്ട്. ആയിക്കോട്ടെ. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വേറൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാക്കണം. ഇയാളെ ഒരു പ്രത്യേകത ഉള്ള ആളാണ്. ആക്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? സൈനുലാബ് എന്നാണ് പേര്. ഇയാൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടല്ലോ. ഒരു കൺഗ്രാജുലേഷൻസ്. 2022 മിസ്റ്റർ കേരള. അങ്ങനെ. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീട്ടിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടെന്ന് ഇവിടുത്തെ മോൻ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പൊ എവിടെയാണുള്ളത്? അവിടെയാണ്. നമുക്ക് പോയി നോക്കാം അല്ലേ? അമ്മേ, എന്തത്? ഇതെന്താണ്? തേനീച്ചക്കൂടാ? ദൈവമേ, ഇത്രയും വലിയൊരു ഗംഭീരമായിട്ടുള്ള തേനീച്ചക്കൂട്. ഇതെന്താ ഇവിടെ വളർത്തുന്ന? ഓ, ഇത് മറ്റേ തേനല്ലേ? പെരുന്തേനല്ലേ? അയ്യോ, ഇതേതായാലും ഒരു സംഭവമായിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നിനെടുക്കാനാ പറയണേ. ഈ അയ്യാണ് അതിന് നല്ല ആള്. അല്ല, ജിമ്മൊക്കെ ഉള്ള ആൾക്കാരാണ് നല്ലത്. ഈ വന്നെടുക്ക്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കാരൊക്കെ ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് എന്താണെന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഇതവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ മേശമേലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കണല്ലേ. അപ്പോൾ ഇവിടെ അതിന് വ്യത്യസ്തമായിട്ട് ട്രഡീഷണൽ രീതിയിൽ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ പറയണത് എന്താ വെച്ചാൽ ഗൾഫ് സിസ്റ്റം രീതിയിലാണ് നമ്മളിന്ന് മജ്ലിസ് എന്നാണ് ഈ ഒരു സംഭവം ഒരുക്കണേൻ്റെ പേര്. അപ്പോൾ ഇതാ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും എന്തൊക്കെയോ നർമ്മ സല്ലാപത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇതാ അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇതാ നോമ്പ് തുറന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരെ കൂടെ ഞാനും ഇതാ വെള്ളം കുടിക്കുകയാണേ. നോമ്പ് തുറന്നില്ലേ?
സാധാരണ നോമ്പുതുറക്ക് പത്തിരി പിന്നെ പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക അല്ലേ. ഇവിടെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കണ്ടോളൂ. അപ്പോൾ ഒരു ഫുൾ ആടിനെയാണ് കേട്ടോ ഇവിടെ മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള സംഭവം. വലിയൊരു ആട് മന്തിയാണ് നമ്മൾ കഴിക്കാൻ പോണേ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വിളമ്പി ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിരുന്നോളി, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു നോമ്പുതുറ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ അതിനെ ഒരുപാട് അത് ഒരുക്കി തന്ന എൻ്റെ ഫ്രണ്ട് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കണേ. ഇത്രയും ഗംഭീരമായിട്ടുള്ള ഫുഡ്, അതായത് നിങ്ങൾ കണ്ടല്ലോ, ഒരു ഫുൾ പിന്നെ ആടിനെയാണ് നമ്മളെല്ലാവരും കൂടി അകത്താക്കിയത്. അപ്പോൾ നമ്മളെ ക്യാമറമാൻ എന്താ അവിടെ പിന്നെ അനസാണ് കേട്ടോ ഒന്ന് ക്യാമറ എടുത്തേ. നമ്മളെ മനു ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അനസാണ് ക്യാമറ എടുത്തത്. അപ്പോൾ എന്താ പറയാനുള്ള വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടാവില്ലേ ഫുഡിനെ കുറിച്ച്? അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതിലുപരി എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരു നോമ്പുതുറക്കിനെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.